ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ഓംപ്ലേറ്റ് ആണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബൗളിലേക്ക് 2 മുട്ട ഉടച്ചിട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ പച്ചമുളക് 1, ഉള്ളി പകുതി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി, നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും. ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ചിരകിയ തേങ്ങയാണ് ഞാൻ ഇന്നിൽ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുട്ട ഓംപ്ലേറ്റ് ആക്കുന്നത് പോലെയല്ല ഇന്ന് ഞാൻ ചെയ്യുന്നത്. ചിരകിയ തേങ്ങയും മുട്ട കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് ഒരു 8 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു പാകം വന്നതിന് ശേഷം നമുക്കിത് ഒരു തവ വെച്ചിട്ടുണ്ട്, ഞാൻ ചൂടാകാൻ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 8 മിനിറ്റ്. 8 മിനിറ്റ് ആയതിന് ശേഷം ഒരു തവ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്നിളക്കി കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് മറച്ചിടണം. ഇതുപോലെ ഞാൻ മറച്ചിട്ട് കൊടുത്തു. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അടിപൊളി മുട്ട ഓംപ്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.